ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14. എല്ലാവർക്കും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം ആയിരിക്കും. ചിലർക്കെങ്കിലും നമുക്കും ഇന്ന് സ്പെഷ്യൽ ദിവസമാണ്. വെരി സ്പെഷ്യൽ ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കുഞ്ഞു വാവയുടെ ഇളയ കുഞ്ഞൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇന്നത്തെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പം കുഞ്ഞന് വയ്യാതിരിക്കുകയാണ് കേട്ടോ. അവന് ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഫസ്റ്റ് ബർത്ത്ഡേ എടുക്കുന്ന സമയത്ത് മിക്ക കുട്ടികൾക്കും ജലദോഷമായിരിക്കും. ഞാൻ കണ്ടിട്ടുള്ള മിക്ക പിള്ളേർക്കും അങ്ങനെ തന്നെയാണ്. അതെന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നതിലെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ആച്ചൂട്ടനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളത് മിക്കതും അങ്ങനെയാണ്. അങ്ങനെ വരാറുണ്ടോ? അതൊരു ശാസ്ത്രമാണോ? എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വൈകിട്ട് 5 മണിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു കുഞ്ഞ് സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതായിരിക്കും. ഹലോ, അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. ഇതേ കിടപ്പുണ്ട്. ഇന്നിവിടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണണ്ടേ? അപ്പം ഞാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ വെച്ചായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അതേപോലെ തന്നെ രാവിലെ ഒരല്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നതാണ്. രാവിലെ ഒന്ന് മുറ്റമൊക്കെ നടിച്ചതിന് ശേഷം നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാനും ചേട്ടനും കൂടിയാണ് വീട് ക്ലീൻ ചെയ്യുന്നത്. അമ്മ മറ്റു കാര്യങ്ങളൊക്കെ കിച്ചണിലെ ജോലിയും മറ്റൊക്കെ അമ്മയാണ് ചെയ്യുന്നത് കേട്ടോ, കുക്കിംഗ് എല്ലാം. അപ്പോൾ നമ്മളിവിടെ തകർത്ത് പിടിച്ച് ക്ലീൻ ചെയ്യുവാണ്. ഞങ്ങളിവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും ഡെക്കറേഷൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മേശയും കസേരയും ഡെക്കറേഷനും എല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ തന്നെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ രാവിലെ വന്ന് ജസ്റ്റ് ഇങ്ങനെ കർട്ടനൊക്കെ ഇട്ടിട്ട് പോയി. അപ്പോൾ അതിന് ശേഷം ബലൂൺ ഡെക്കറേഷൻ ഉണ്ട്. അപ്പോൾ അതിപ്പോഴേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബലൂൺ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് ഇതൊക്കെ ഇന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഒരു 3 മണി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവർ ഒരു 3-3:30 ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. വന്നതേ പണി തുടങ്ങി. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്.
നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ അവർ ചെയ്തു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിജോയും ചേട്ടനും കൂടെ പോയിട്ട് നമ്മുടെ കാറ്ററിങ്ങിൻ്റെ ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. അപ്പം ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫുഡ്. അങ്ങനെ നമ്മുടെ ഡെക്കറേഷനൊക്കെ ദേ ഫൈനൽ ആയിട്ട് ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ്റെ ഒരു രൂപം. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ എല്ലാവരും വന്ന് തുടങ്ങാറായി. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള ടൈമിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ദേ ഒരുങ്ങിയിട്ട് ദേ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഈ തിരക്കിനിടയിൽ ഗൈസ്. അപ്പം നമ്മുടെ ഫങ്ഷൻ തുടങ്ങാറായി. ഒരു ചെറിയ പ്രയറോട് കൂടിയായിരിക്കും നമ്മൾ ഫങ്ഷനൊക്കെ തുടങ്ങുന്നത്. അപ്പം ചർച്ചിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ വന്ന് പ്രയർ തുടങ്ങിയതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവും. ഞാനൊട്ടൻ റെഡി ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വായ് ഞാനൊട്ട നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സെലിബ്രേഷനൊക്കെ ഇതാ തുടങ്ങി, പ്രയറൊക്കെ കഴിഞ്ഞു. അപ്പോൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷന് മുൻപായിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ.
യേശുവേ